ഞാൻ മറ്റു തെളിവുകളിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ പച്ചക്കള്ള എന്താണ്? ദേശീയപാത 30 മീറ്റർ ആക്കി ചുരുക്കണമെന്ന് കേരളത്തിൽ CPIM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞു എന്നുള്ളതാണ്. എവിടെ നിന്ന് കിട്ടിയ വിവരമാണ്? ഏത് പത്രത്തിൽ നിന്ന് കിട്ടിയ വിവരമാണ്? യോഗം വിളിച്ചു കൂട്ടിയപ്പോൾ എല്ലാവരും 30 മീറ്റർ യാതൊരു കാരണവശാലും കൂട്ടരുത്. അങ്കമാലി മുതൽ അരൂർ ചേർത്തല വരെ നോക്കൂ, ഇപ്പം 30 മീറ്ററിലാണ് നല്ല റോഡ് ഇട്ടിരിക്കുന്നത്. ആ റോഡിന്റെ 2 സൈഡും കണ്ടാൽ തന്നെ അത് വെട്ടിമാറ്റിയാൽ തന്നെ പിന്നെ 30-നും കുറയ്ക്കാൻ കഴിയുമെന്ന സ്ഥിതിയാണ് ഇപ്പോൾ അതിൻ്റെ അനുഭവത്തിൽ ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അഭിപ്രായം വന്നു. ആൾ പാർട്ടീസ് യോഗത്തിലെ ചർച്ചയിൽ എല്ലാവരും ഏകകണ്ഠമായി 30 മീറ്ററിൽ കൂടാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം കണിശമായി ഇത് അംഗീകരിക്കും എന്ന് പറഞ്ഞിട്ട് ഉള്ള അഭിപ്രായമാണ് വന്നത്. ദേശീയ പാതയുടെ വീതി അത് 45 മീറ്റർ എന്നാണ് നാഷണൽ ഹൈവേ പറഞ്ഞിരുന്നത്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് 30 ആക്കണം എന്ന് കേരളം ആവശ്യപ്പെട്ടു. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അത് കേരളത്തിന്റെ ആവശ്യം തള്ളി. ഒരു കാരണവശാലും 45-ൽ കുറവുള്ള നാഷണൽ ഹൈവേ അവർ ഏറ്റെടുക്കില്ല എന്ന് തീരുമാനിച്ചു. കേന്ദ്രമന്ത്രി ഇത് സംബന്ധിച്ച കേരളം ദേശീയപാത വികസനത്തിൽ സഹകരിക്കുന്നില്ല എന്ന നിലയിൽ കേരള ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോലും ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു. അവര് ഇറക്കിയതിനെ നമ്മൾ ഒരിക്കലും തെറ്റെന്ന് പറയുന്നില്ല. കാരണം അവര് പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. നമുക്ക് നമ്മുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അവര് 60 മീറ്റർ ആണ് അവരുടെ. ഈ 2 വീഡിയോയ്ക്കുള്ള മറുപടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏതെങ്കിലും ഒരു ജില്ലയിൽ പോയി ഇപ്പൊ നോക്കിയാൽ മതി എത്ര മീറ്ററിലാണ് കേരളത്തിലെ ദേശീയപാത ഇപ്പൊ ഇതിനെ സംബന്ധിച്ച് ബഹുമാനിയായ കോൺഗ്രസ് ഞാൻ പറഞ്ഞതാണ് ശരി. നാണംകെട്ട ചെറുപ്പക്കാരനല്ലേ പറഞ്ഞിട്ടില്ല. ഒരിക്കലും CPM 30 മീറ്റർ പറഞ്ഞിട്ടില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇത്ര ഉൾക്കൊണ്ടോ? ജയിക്കാൻ സഹതാപം തോന്നുന്നു. നിങ്ങൾക്ക് ഇനിയെങ്കിലും ഇത്തരത്തിൽ ചർച്ചയ്ക്ക് പോകാതിരിക്കും. നിലപാട് മാറ്റിയിട്ടുണ്ട് എന്നത് മാത്രമാണ് നമ്മുടെ തന്നെ ചർച്ചയിലെ 2 പാനലിസ്റ്റുകളും ആവശ്യപ്പെട്ട പ്രകാരം ചരിത്രത്തിലേക്ക് വെറുതെ ഒന്ന് പോയി നോക്കുമ്പോൾ തന്നെ നമുക്ക് ഓർക്കാൻ കഴിയുന്നത്. അത് മറക്കേണ്ട സമയമായിട്ടില്ല. കേരളം അതൊന്നും മറന്നിട്ടില്ല.